നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആപ്പിൾ കഴിച്ചു കഴിയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് വല്ലതും വേണം സാറിന്? അതെ, എന്താണ് അമ്മയുടെ പരിപാടി? അമ്മയുടെ പരിപാടി എന്തെന്ന് അമ്മയോട് തന്നെ ചോദിക്കണം. എന്നാലേ അമ്മയോട് തിരിച്ചു പോകാൻ പറയണം. വൈകിട്ട് ഞാൻ വരുമ്പോ അവരോട് കാണരുത്. എന്റെ അമ്മയോട് നിൽക്കുന്നോട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? പല പ്രശ്നമുണ്ട്, അതൊന്നും നീ അറിയണ്ട. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മാത്രം മതി. സൗകര്യമില്ല. മതിയടി അഹങ്കരിച്ചത്. കൂടുതൽ അഹങ്കരിച്ചാലേ സുതി പോയടത്തൊക്കെ പറഞ്ഞു വിടും ഞാൻ. എന്നാ ഒന്ന് ചെയ്ത് കാണിക്കടാ. പലപ്പോഴായാലും നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നേ. ഇതുവരെ ഒരു ചെറു വിരലനക്ക് അതിനെ കൊണ്ട് പറ്റിയോ? പക്ഷെ നിന്നെ ഞാൻ ജയിൽ വരെ എത്തിച്ചു. ഇനി ഞാൻ നിന്നെ ശ്മശാനത്തിൽ എത്തിക്കും. അതിനുള്ള ഒരുക്കങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നെ. ഇറങ്ങി പോടി എന്റെ മുന്നിൽ. അത് നീ നിന്റെ തള്ളയോട് പറഞ്ഞാ മതി. ഇത് എന്റെ വീടാ. ഇവിടെ കിടന്ന് വെളച്ചിലെടുത്ത റോഡിൽ കിടക്കും പറഞ്ഞേക്കാം. എന്നാ ചെയ്യടി. എടി ചെയ്യാൻ. എടി എന്നെ ഇറക്കി വിടാൻ. ഇറക്കി വിടും. എപ്പോ? എന്താ എന്താ പ്രശ്നം? വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരുമോ അമ്മേ? വൈകുന്നേരം ഞാൻ വരുമ്പോ അവരെ ഇവിടെ കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേ, നീ വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കരുത് പറഞ്ഞേക്കാം. അമ്മ ഒരു പോകുന്നുണ്ടോന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല അമ്മയ്ക്ക. ഞാൻ നിന്റെ ജോലിക്കാരിയാണോ? നീ പറയുന്നൊക്കെ അനുസരിക്ക. നിനക്ക് വേണമെങ്കിൽ നീ ഇറക്കി വിട അവരെ. അമ്മ ഇവിടെ നിന്നോട്ടമ്മേ. അങ്ങനെ ഇപ്പൊ നിക്കണ്ട. വയ്യാതിരിക്കുന്ന ഇവനോട് എന്തിനാടി രാവിലെ വഴക്കിടുന്നേ? ഇവൻ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. അവൻ റെസ്റ്റ് ചെയ്തോട്ടെ. പക്ഷെ അവന്റെ അമ്മയെ പറഞ്ഞു വിട്ടേക്കണം, അല്ലെങ്കിൽ വീതം മാറും. പറയുന്നോണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഞാനിവിടുന്ന് ഇറങ്ങാൻ പോവാ. കയറിക്കിടക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തവരൊന്നുമല്ല ഞാനും എൻ്റെ അമ്മയും. നിങ്ങളെയൊക്കെ സ്നേഹിച്ചു പോയി. അതിന്റെ പേരില ഈ അപമാനം മുഴുവനും ഞാനും എൻ്റെ അമ്മയെ സഹിക്കേണ്ടി വരുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോന്റെ പ്രയാസം. എന്ത് ചെയ്യാനാ മോനെ? അവൾ ഇത്രയും ദുഷ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അമ്മയെ കുറ്റം പറയും. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം അമ്മ കൊടുത്തു. ആരാ അവര്? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരാള്. സുധിസാറിന്റെ കൂടെ ഒരു ദിവസം പോലും താമസിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെന്ന് ഓർക്കണം. എന്നിട്ടും അവർ ഈ വീടിന്റെ ഓണറെ ഭരിക്കാൻ തുടങ്ങി. ശരിയാ മോൻ പറഞ്ഞത്. അന്നേ അവളെ അടിച്ചിറക്കണമായിരുന്നു. അന്നത് തോന്നാതിരുന്നത് മണ്ടത്തരായിപ്പോയി. ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ലമ്മേ. കഴിഞ്ഞത് കഴിഞ്ഞു. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. ഈ വീട് ഒരു മുങ്ങിത്താഴുന്ന കപ്പലാമ്മേ. ഇതിന്ന് എത്രയും പെട്ടെന്ന് ചാടി രക്ഷപ്പെടാനാ എന്റെ ശ്രമം. ഞാനും അമ്മയും ഇന്ന് തന്നെ പോവും. പോയാ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അപ്പൊ കല്യാണം? കല്യാണമൊക്കെ നടക്കും. ഞാൻ വാക്ക് മാറ്റുന്ന ഒരുത്തനല്ല. നിങ്ങൾ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങിപ്പോവാൻ അവൾ എന്നോട് അമ്മയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞില്ലേ അമ്മേ? അനുസരിച്ചില്ലെങ്കിൽ അവൾ അടിച്ചിറങ്ങും. എന്തിനാ അമ്മേ അതിനുള്ള അവസരം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? അവൾ അങ്ങനെ ചെയ്ത നമ്മൾ എല്ലാവരും ഇറങ്ങും. മനോഹരേട്ടൻ അടക്കം എല്ലാവരും. അങ്ങനെ ഇപ്പൊ അവള് നെകളിക്കണ്ട. മോന്റെ അമ്മ എങ്ങോട്ടും പോവില്ല. അത് ഞാൻ തടഞ്ഞോളാം. അറിയാലോ, നിന്നെ ഇറക്കി വിട്ടപ്പോ നമ്മൾ പ്രയോഗിച്ച ആ തന്ത്രം അത് തന്നെ ഇത്തവണ നമ്മൾ പ്രയോഗിക്കും. വെറുതെ എങ്ങനെ ഭീഷണിപ്പെടുത്തി താമസിക്കണോ അമ്മേ? അഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ലേ? ഈ വീട്ടിൽ താമസിക്കാൻ ഒരു അഭിമാനക്കുറവും വേണ്ട മോനെ. ഇതെന്റെ വീടാ. ഇപ്പൊ ഇത് അവളുടെ പേരിലാണെങ്കിലും മനോഹരേട്ടൻ എണീറ്റ ആ ആധാരം റദ്ദാക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കും. ധൈര്യമായിട്ടിരിക്കും മോനെ. നിങ്ങൾക്ക് എങ്ങോട്ടും മാറേണ്ടി വരില്ല. ഈ സ്നേഹത്തിന് മുന്നിൽ അമ്മേ ഞാൻ തോറ്റുപോകുന്നു. ഇത് ലാസ്റ്റ് അമ്മേ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻസൾട്ട് ഉണ്ടായാ ഞാൻ ഇറങ്ങിപ്പോ. അത് വേണ്ടി വരില്ല മോനെ. അവളിനി ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. അതിനുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കോളാം.